Dear students, income from house property computation ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ആനുവൽ വാല്യൂ. ഒരു ഹൗസ് പ്രോപ്പർട്ടിയുടെ ഇൻകം ഏൺ ചെയ്യുന്നതിനുള്ള കപ്പാസിറ്റിയെയാണ് ആനുവൽ വാല്യൂ എന്ന് വിളിക്കുന്നത്. ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി, സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ സിറ്റുവേഷൻസിൽ ആനുവൽ വാല്യൂ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം എന്ന് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ കമ്പ്യൂട്ടേഷനാണ് നാം ആദ്യമായി പഠിക്കുന്നത്. ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി എന്ന ആദ്യ ഭാഗത്ത് തന്നെ ഡിഫറെൻറ്റ് കേസസ് വരുന്നുണ്ട്. ആദ്യമായി ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ഫോർ ഹോൾ ഇയർ എന്ന കേസ് നമുക്ക് നോക്കാം. ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ഫോർ ഹോൾ ഇയർ എന്ന് പറഞ്ഞാൽ വർഷം മുഴുവനായിട്ടും ആ ഹൗസ് പ്രോപ്പർട്ടി വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത പീരീഡിലും തീരെ വേക്കൻ്റ് ആയിട്ട് കിടന്നിട്ടില്ല, വാടകയ്ക്കൊന്നും കൊടുക്കാതെ ഒഴിച്ചിടേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ വാടകക്കാരനിൽ നിന്ന് അല്ലെങ്കിൽ ടെനൻറ്റിൽ നിന്ന് റെൻ്റ് കിട്ടാത്ത ഒരു സിറ്റുവേഷനും സംഭവിച്ചിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ഫോർ ഹോൾ ഇയർ, നോ വേക്കൻസി, നോ അൺറിയലൈസ്ഡ് റെന്റ്. ഓക്കെ, ഈ സിറ്റുവേഷനിൽ ഗ്രോസ് ആനുവൽ വാല്യൂ ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ ഓർ ആക്ച്വൽ റെന്റ് വിച്ച് എവർ ഈസ് ഹയർ. ഇതാണ് റൂൾ. എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടതെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കി. ആക്ച്വൽ റെൻറ്റും എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂവും കമ്പയർ ചെയ്ത് ഏതാണോ കൂടുതലുള്ളത് അതാണ് ഗ്രോസ് ആനുവൽ വാല്യൂ. ഓക്കെ, നെറ്റ് ആനുവൽ വാല്യൂ ഈസ് ഈക്വൽ ടു ഗ്രോസ് ആനുവൽ വാല്യൂ മൈനസ് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ദി ഓണർ ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൽ ഓണർ പേ ചെയ്തിട്ടുള്ള മുനിസിപ്പൽ ടാക്സ് ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് ആനുവൽ വാല്യൂ ലഭിക്കും. നമുക്കതൊരു ടേബിൾ രൂപത്തിൽ കൊടുത്തിട്ടുള്ളത് കാണാം. എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ, ആക്ച്വൽ റെൻറ്റ്, ഗ്രോസ് ആനുവൽ വാല്യൂ ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ ഓർ ആക്ച്വൽ റെൻറ്റ് വിച്ച് എവർ ഈസ് ഹയർ. ഇതാണ് ഗ്രോസ് ആനുവൽ വാല്യൂ. ലെസ് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ദി ഓണർ, ലെസ് ചെയ്ത ശേഷം നെറ്റ് ആനുവൽ വാല്യൂ കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഒരു വർഷം മുഴുവനായിട്ട് ഒരു ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹൗസ് പ്രോപ്പർട്ടിയുടെ ആ സിറ്റുവേഷനിൽ ഹൗസ് പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ കമ്പ്യൂട്ടേഷൻ, ഗ്രോസ് ആനുവൽ വാല്യൂ, നെറ്റ് ആനുവൽ വാല്യൂ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യണമെന്നാണ് നാം പഠിച്ചത്. ഇനി നമുക്ക് ഏതാനും ക്വസ്റ്റ്യൻസ് നോക്കാം. ഡിറ്റർമിൻ ആനുവൽ വാല്യൂ ഇൻ ഈച്ച് ഓഫ് ദി ഫോളോയിങ് കേസസ്. എമൗണ്ട് ഇൻ ലാക്സ്. 1, 2, 3, 4, 5 5 കേസസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മുനിസിപ്പൽ വാല്യുവേഷൻ 105, 105, 105, 105, 105 5 കേസിലും ഒരേ വാല്യൂ തന്നെയാണ്. ഫെയർ റെൻ്റൽ വാല്യൂ സെയിം ആണ്. സ്റ്റാൻഡേർഡ് റെൻറ്റ് ഫസ്റ്റ് കേസിൽ നോട്ട് അപ്ലിക്കബിൾ ആണ്, സെക്കൻഡ് കേസിലും തേർഡ് കേസിലും 88 ആണ്, ഫോർത്ത് കേസിലും ഫിഫ്ത്ത് കേസിലും 135 ആണ്. ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ് എന്ന് പറയുന്നത് 102, 110, 85, 112, 96. മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് 2, 3, 4, 3, 2 ഇങ്ങനെയാണ്. നമ്മളോട് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഡിറ്റർമിൻ ദി ആനുവൽ വാല്യൂ. ആനുവൽ വാല്യൂ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് മുനിസിപ്പൽ ടാക്സ് ഒക്കെ തന്നതുകൊണ്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടത് എന്താണ്? നെറ്റ് ആനുവൽ വാല്യൂ വരെ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അല്ലാതെ വെറുതെ ഗ്രോസ് ആനുവൽ വാല്യൂ ഇന്നതാണ് ഇത്രയാണെന്ന് പറഞ്ഞാൽ മാത്രം പോരാ. ഓക്കെ, മുനിസിപ്പൽ ടാക്സ് ലെസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് നെറ്റ് ആനുവൽ വാല്യൂ കിട്ടും. ആ നെറ്റ് ആനുവൽ വാല്യൂ ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഓരോ കേസിലും എങ്ങനെയാണെന്ന് നോക്കാം. എന്തായിരുന്നു ഗ്രോസ് ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഒരു റൂള് ഓർക്കുന്നുണ്ടല്ലോ? ഇവിടെ ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ് എന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ ക്വസ്റ്റ്യനിൽ നിന്ന്. എന്താ? ആക്ച്വൽ റെൻ്റ് റിസീവ്ഡ് കൊടുത്തിട്ടുണ്ട്, അപ്പം ലെറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഏതെങ്കിലും പീരീഡ് ലെറ്റ് ഔട്ട് ചെയ്യാതെ ഈ പ്രീവിയസ് ഇയറിൽ ഏതെങ്കിലും മാസം വേക്കൻ്റ് ആയിട്ട് കിടന്നതായിട്ട് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടോ? ഇല്ല. ടെനൻറ്റിൽ നിന്ന് റെൻ്റ് കിട്ടിയിട്ടില്ലെന്ന് പറയുന്നുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും പറയുന്നില്ല. അപ്പോൾ ഹോൾ ഇയറിൽ ഈ ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. ദർ ഈസ് നോ unrealized rent and
നോട്ട് വാക്കന്റ്. ആ സിറ്റുവേഷൻ ആണ്. നമുക്ക് നോക്കാം. ഗ്രോസ് ആനുവൽ വാല്യൂ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ ഓർ ആക്ച്വൽ റെന്റ് വിച്ച് എവർ ഈസ് ഹയർ. അതാണ് ഗ്രോസ് ആനുവൽ വാല്യൂ. നമുക്ക് ഓരോ കേസിലായിട്ട് നോക്കാം. ഫസ്റ്റ് കേസ് നോക്കൂ. എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? മുനിസിപ്പൽ റെന്റൽ വാല്യൂ MRV, ഫെയർ റെന്റൽ വാല്യൂ FRV കമ്പയർ ചെയ്യുന്നു. വിച്ച് എവർ ഈസ് ഹയർ മസ്റ്റ് ബി ടേക്കൺ. അപ്പം 107 ആണല്ലോ. സ്റ്റാൻഡേർഡ് റെന്റുമായിട്ട് കമ്പയർ ചെയ്യണം. ഇവിടെ സ്റ്റാൻഡേർഡ് റെന്റ് അപ്ലിക്കബിൾ അല്ല. അതുകൊണ്ട് ഈ 107 തന്നെയാണ് എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ. ഓക്കെ. ഈ എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ ആക്ച്വൽ റെന്റുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഏതാണോ കൂടുതലുള്ളത് അതാണ് എടുക്കേണ്ടത്. ആക്ച്വൽ റെന്റ് റിസീവ്ഡ് 102 ആണ്. 107ഉം കമ്പയർ ചെയ്യുക. ഹയർ എന്ന് പറയുന്നത് 107 ആണ്. 107ൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് 2 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 105. അപ്പോൾ ഫസ്റ്റ് കേസിൽ 105 ആണ് നെറ്റ് ആനുവൽ വാല്യൂ വരുന്നത്. നമുക്ക് നോക്കാം. 105 ആണ് നെറ്റ് ആനുവൽ വാല്യൂ. നോക്കൂ. എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ 107, ആക്ച്വൽ റെന്റ് റിസീവ്ഡ് 102, ഗ്രോസ് ആനുവൽ വാല്യൂ അതുകൊണ്ട് ഇതിൽ കൂടുതലുള്ളതാണ്. ഓക്കെ. മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് 2, നെറ്റ് ആനുവൽ വാല്യൂ 105. ഓക്കെ. ഇങ്ങനെ അടുത്ത കേസ് നമുക്ക് നോക്കാം. 105ഉം 107ഉം കമ്പയർ ചെയ്ത് കൂടുതലുള്ള എടുക്കുക. ഏതാ? 107 എടുക്കും. സ്റ്റാൻഡേർഡ് റെന്റ് അപ്ലിക്കബിൾ ആണ്. അത് 88 ആണ്. സ്റ്റാൻഡേർഡ് റെന്റ് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കേസാണ് എങ്കിൽ ഒരിക്കലും അതിൻ്റെ ഫെയർ റെന്റൽ വാല്യൂ സ്റ്റാൻഡേർഡ് റെന്റിനേക്കാളും കൂടുതലാകാൻ പാടില്ല. അതുകൊണ്ട് 105ഉം 107ഉം കമ്പയർ ചെയ്ത് കൂടുതലുള്ള വാല്യൂ എടുത്ത ശേഷം ആ കൂടുതലുള്ളതും സ്റ്റാൻഡേർഡ് റെന്റുമായിട്ട് കമ്പയർ ചെയ്ത് കുറവുള്ളതാണ് എടുക്കേണ്ടത്. അപ്പോൾ 88 ആണ് ഇവിടെ എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ വരിക. 88 ERV വരും. ഓക്കെ. അതേപോലെ ആക്ച്വൽ റെന്റൽ എത്രയാണ്? 110 ആണ്. അപ്പോൾ 88ഉം 110ഉം കമ്പയർ ചെയ്ത് കൂടുതലുള്ളതാണ് എടുക്കേണ്ടത്. അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് 110 ആണ്. -3 വരും മുനിസിപ്പൽ ടാക്സ്. അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ 110 -3 107 ആണ് നെറ്റ് ആനുവൽ വാല്യൂ. ഓക്കെ. തേർഡ് കേസ് നോക്കൂ. MRV FRV കമ്പയർ ചെയ്തു. 107 ഹയസ്റ്റ് എടുത്തു. ഓക്കെ. സ്റ്റാൻഡേർഡ് റെന്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 88 എടുത്തു. ആക്ച്വൽ റെന്റ് റിസീവ്ഡ് 85 ആണ്. ഏതാ കൂടുതൽ എടുക്കേണ്ടത്? 88 -4. അപ്പോൾ 84 ആയിരിക്കും നെറ്റ് ആനുവൽ വാല്യൂ വരുന്നത്. 84. ഓക്കെ. ദെൻ ഫോർത്ത് കേസ് 105ഉം 107ഉം കമ്പയർ ചെയ്യുന്നു. ഏതാണ് ഹയർ? 107 ആണ്. സ്റ്റാൻഡേർഡ് റെന്റുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അതിൽ ഏതാണ് കുറവ് അതാണ് എടുക്കേണ്ടത്. 107 എടുത്തു. 107ഉം 112ഉം ഏതാണോ കൂടുതലുള്ളത്? 112 ആണ്. 112 ഗ്രോസ് ആനുവൽ വാല്യൂ മൈനസ് മുനിസിപ്പൽ ടാക്സ് 3 എത്രയാണ് വരിക? 109 വരും. ഓക്കെ. 109 ആണ് നെറ്റ് ആനുവൽ വാല്യൂ വന്നിരിക്കുന്നത്. ഓക്കെ. ഇനി നമുക്ക് ലാസ്റ്റ് കേസ് 105ഉം 107ഉം കമ്പയർ ചെയ്തു. ടേക്ക് വിച്ച് എവർ ഈസ് ഹയർ. അപ്പോൾ 107 എടുത്തു. സ്റ്റാൻഡേർഡ് റെന്റുമായിട്ട് കമ്പയർ ചെയ്ത് ഏതാണോ കുറവുള്ളത് അതാണ് എടുക്കേണ്ടത്. 107 എടുത്തു. 107ഉം 96 കമ്പയർ ചെയ്തു. ഏതാ കൂടുതലുള്ളത് അതെടുക്കുക. 107 -2 നെറ്റ് ആനുവൽ വാല്യൂ 105 വരും. ഓക്കെ. ഇങ്ങനെയാണ് ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഡിറ്റർമിൻ ആനുവൽ വാല്യൂ ഇൻ ഈച്ച് ഓഫ് ദി ഫോളോയിങ് കേസസ്. ഇവിടെ 7 കേസാണ് കൊടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള അതേപോലെ തന്നെ യാതൊരു മാറ്റവും ഇല്ല. ഈ ഓരോ കേസിലും എങ്ങനെയാണ് വരുന്നത് എന്ന് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുള്ള ആൻസറുമായിട്ട് കമ്പയർ ചെയ്യുക. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. കമ്പ്യൂട്ട് ആനുവൽ വാല്യൂ ഓഫ് ദി ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട്. ആക്ച്വൽ റെന്റ് 24,000 per annum. FRV ₹28,000 per annum. Standard rent ₹20,000 per annum. Municipal tax paid by the tenant 1,800. Municipal tax paid by the landlord 2,000. Okay. എന്താണ് ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കുക? ഗ്രോസ് ആനുവൽ വാല്യൂ ഈസ് ഈക്വൽ ടു ERV or actual rent whichever is more. ഓക്കെ. എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ എത്രയാണ് വരിക? എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ERV
FRV or municipal rental value. ഇവിടെ FRV തന്നിട്ടില്ല, ആക്ച്വൽ റെന്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മുനിസിപ്പൽ റെന്റൽ വാല്യൂ ഇല്ല, നമുക്ക് FRV മാത്രമേ ഉള്ളൂ. FRVയും സ്റ്റാൻഡേർഡ് റെന്റുമായിട്ട് കമ്പയർ ചെയ്യുക. എന്നിട്ട് ഏതാണോ കുറവുള്ളത് അതാണ് എടുക്കേണ്ടത്. 20,000 എടുത്തു. 20,000 ആണ് ഇവിടെ എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ വരുന്നത്. ആക്ച്വൽ റെന്റ് 24,000 ആണ്. ഓക്കെ, ഇതിലേതും കൂടുതലുള്ളതാണ് ഗ്രോസ് ആനുവൽ വാല്യൂ. ഗ്രോസ് ആനുവൽ വാല്യൂ 24,000. അതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യേണ്ടത് എന്താണ്? മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ദി ഓണർ. ഓണർ പേ ചെയ്തിട്ടുള്ള മുനിസിപ്പൽ ടാക്സ് മാത്രമേ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റൂ. 2,000 സബ്ട്രാക്ട് ചെയ്ത് 22 ആണ് നെറ്റ് ആനുവൽ വാല്യൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഡിറ്റർമിൻ ദി ആനുവൽ വാല്യൂ ഓഫ് ഈച്ച് ഹൗസ്. ഓരോന്നിൻ്റെയും കണ്ടുപിടിക്കുക. ഹൗസ് എ, ഹൗസ് ബി. നോക്കൂ, എന്തായിരുന്നു റൂൾ? എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ ഓർ ആക്ച്വൽ റെന്റ് വിച്ച് എവർ ഈസ് ഹയർ is taken as the gross annual value. When deduct municipal tax from gross annual value, we get net annual value. Okay, ഇവിടെ MRV 1 lakh ആണ്, FRV 1,20,000 ആണ്. അപ്പോൾ ഇത് whichever is higher must be taken. ഓക്കെ, അപ്പോൾ 1,20,000 എടുത്തു. സ്റ്റാൻഡേർഡ് റെന്റ് 90 ഉള്ളത് കൊണ്ട് ആ 90 whichever is less ആണ് എടുക്കേണ്ടത്. 90 എടുത്തു. ആക്ച്വൽ റെന്റ് 1,36,000 ആണ്. അപ്പോൾ 90ഉം 1,36,000 കമ്പയർ ചെയ്ത് whichever is more ആണ് എടുക്കുന്നത്. 1,36,000 ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ 1,36,000 ആണ് ഹൗസ് എയുടെ ഗ്രോസ് ആനുവൽ വാല്യൂ. ഓക്കെ, ഇനി മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ദി ഓണർ എത്രയാണ്? 10% ഓഫ് MRV ആണ്. MRV 1 lakh, അതിൻ്റെ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 വരും. 10,000 1,25,000 1,36,000 നിന്ന് ലെസ് ചെയ്യുക. അപ്പോൾ 1,26,000 ആണ് നെറ്റ് ആനുവൽ വാല്യൂ വരുന്നത്. 1,26,000. ഓക്കെ, യെസ്. ഇനി അതേപോലെ നമുക്ക് സെക്കൻഡ് കേസ് നോക്കാം. ഇത് 1,90,000 കമ്പയർ ചെയ്തു. ടേക്ക് വിച്ച് ഈസ് ഹയർ. ഏതാ 1 lakh എടുത്തു. 1 lakhും സ്റ്റാൻഡേർഡ് റെന്റും കമ്പയർ ചെയ്യുക. ടേക്ക് വിച്ച് ഈസ് ലെസ്. അപ്പോൾ 1 lakh തന്നെ എടുത്തു. ഓക്കെ, ഈ 1 lakh ആണ് എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ എന്ന് പറയുന്നത്. ആ എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ ആക്ച്വൽ റെന്റുമായിട്ട് കമ്പയർ ചെയ്യുക. ടേക്ക് വിച്ച് ഈസ് ഹയർ. അപ്പോൾ 1 lakh തന്നെ എടുക്കുന്നു. അപ്പോൾ 1 lakh ആണ് ഗ്രോസ് ആനുവൽ വാല്യൂ. സബ്ട്രാക്ട് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ദി ഓണർ. ഇവിടെ മുനിസിപ്പൽ ടാക്സ് പേ ചെയ്തിട്ടില്ല, ഓണർ പേ ചെയ്തിട്ടില്ല. മുനിസിപ്പൽ ടാക്സ് ഈസ് പെയ്ഡ് ബൈ ദി ടെനന്റ്. അപ്പോൾ ഇവിടെ മുനിസിപ്പൽ ടാക്സ് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂവും നെറ്റ് ആനുവൽ വാല്യൂവും സെയിം ആണ്. അത് 1 lakh ആണ് വരുന്നത്. ഓക്കെ, നോക്കൂ, 1 lakh അല്ലേ? 1 lakh ആണ് വരുന്നത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. Mr. X has a building which is let out for a monthly rent of rupees 10,000. Municipal valuation of the building is rupees 1,25,000. അപ്പോൾ municipal valuation എന്ന് പറഞ്ഞാൽ ഇതാണ് MRV. And the FRV is rupees 12,000 per month. ഓക്കെ, ഇവിടെ മുനിസിപ്പൽ വാല്യുവേഷൻ rupees 1,25,000 എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു വർഷത്തേതാണ്. മുനിസിപ്പാലിറ്റി ഒരു വർഷത്തേക്കുള്ള വാല്യൂ ആണ് ഇട്ടിരിക്കുക. ഇവിടെ FRV തന്നിട്ടുള്ളത് 12,000 per month. അപ്പോൾ ഇൻറ്റു 12 എടുക്കണം. അതാണ് FRV. ഓക്കെ, മുനിസിപ്പൽ taxes were paid in arrears for the past many years. On 31st March 2020, he paid rupees 1,20,000 and cleared all arrears of tax. ഓക്കെ, അപ്പോൾ അരിയർ ആയിട്ടുള്ള മുനിസിപ്പൽ ടാക്സ് ഉൾപ്പെടെ മൊത്തം 1,20,000 രൂപ ടാക്സ് അടച്ചിട്ടുണ്ട്. ഓക്കെ, ഓണർ അടച്ചിട്ടുണ്ട്. ഫർദർ, availing a reduction in tax offered by the local authorities, he paid rupees 30,000 being taxed for 3 future years. ഇനി വരാൻ പോകുന്ന 3 വർഷത്തേക്കുള്ള 30,000 കൂടെ അഡീഷണൽ ആയിട്ട് അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഡിറ്റർമിൻ ദി ആനുവൽ വാല്യൂ. അപ്പോൾ മുനിസിപ്പൽ ടാക്സ് അടച്ചതായിട്ട് പറയുന്നതുകൊണ്ട് നമുക്ക് നെറ്റ് ആനുവൽ വാല്യൂ ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? മുനിസിപ്പൽ റെന്റൽ വാല്യൂ 1,25,000ഉം FRV 12,000 into 12 എന്ന് പറഞ്ഞാൽ 1,44,000 വരും. 12,000 into 12 1,44,000. അപ്പോൾ FRV MRV കമ്പയർ ചെയ്യുക. ടേക്ക് വിച്ച് എവർ ഈസ് ഹയർ. അപ്പോൾ 1,44,000 ആണ് വരിക. ഓക്കെ, ഇവിടെ സ്റ്റാൻഡേർഡ് റെന്റ് അപ്ലിക്കബിൾ അല്ല, അതൊന്നും പറയുന്നില്ല. അതുകൊണ്ട് എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ എന്ന് പറയുന്നത് 1,44,000 ആണ്.
ഓക്കെ, ആ എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ ആയ 1,44,000 ആക്ച്വൽ റെന്റ് എത്രയാ 10,000 മന്ത്ലി റെന്റ് ആണ് ഇൻറ്റു 12. 10,000 ഇൻറ്റു 12 എന്ന് പറയുമ്പോൾ 1,20,000. ആ 1,20,000 ആക്ച്വൽ റെന്റ് ആയ 1,20,000 അതേപോലെ എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ ആയ 1,44,000 കമ്പയർ 1,25,000 MRVയും FRVയും കമ്പയർ ചെയ്തു. 1,44,000 എടുത്തു, ആക്ച്വൽ റെന്റ് 1,20,000 എടുത്തു. അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് 1,44,000. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് ലെസ് ചെയ്യണം. മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ഓണർ എക്സ് പേ ചെയ്തിട്ടുള്ള 1,20,000 പേ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലേത് ഉൾപ്പെടെയാണ്. ഓക്കെ, അപ്പോൾ ഏത് വർഷമായി ബന്ധപ്പെട്ടായാലും ഈ വർഷം പേ ചെയ്തതാണോ അത് മുഴുവനായിട്ട് നമുക്ക് ഡിഡക്റ്റ് ചെയ്യും. ഈ വർഷം പേ ചെയ്തത് കഴിഞ്ഞ വർഷത്തെ അരിയർ ഉൾപ്പെടെ 1,20,000 കൊടുത്തിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ ഇയേഴ്സിലുള്ള നിശ്ചിത എമൗണ്ട് 30,000 കൊടുത്തിട്ടുണ്ട്. എന്ത് തന്നെയായാലും ഈ 1,20,000 ഈ 30,000 രണ്ടും ഈ പ്രീവിയസ് ഇയറിലാണല്ലോ പേ ചെയ്തിട്ടുള്ള മുഴുവൻ എമൗണ്ട് ഓണർ മുനിസിപ്പൽ ടാക്സ് ആയി പേ ചെയ്തിട്ടുള്ള മുഴുവൻ എമൗണ്ട് നമുക്ക് ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യും. അങ്ങനെ 1,50,000 സബ്ട്രാക്ട് ചെയ്യും. അപ്പോൾ നെറ്റ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് -6,000. അപ്പോൾ നെറ്റ് ആനുവൽ വാല്യൂ വാല്യൂ വരാം, മുനിസിപ്പൽ ടാക്സ് ലെസ് ചെയ്ത് വാല്യൂ വരാം എന്ന ഒരു കോൺസെപ്റ്റാണ്, എന്നൊരു കാര്യമാണ് നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഈ നെറ്റ് ആനുവൽ വാല്യൂ മൈനസ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി അല്ല, ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക.